നമസ്കാരം. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ധനപ്രതിസന്ധിക്ക് കാരണം 5 വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണമാണെന്നും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരണ്ട എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തുവെങ്കിൽ അത് ഉചിതമായ തീരുമാനം തന്നെയെന്നും കേരളത്തിലെ ഒരു സീനിയർ എക്കോണമിസ്റ്റായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ അധിക ചെലവാണെന്നുള്ള ഈ വ്യക്തിയുടെ അഭിപ്രായം അത് ഏറ്റവും പുതിയതൊന്നുമല്ല, വളരെ കാലം കൊണ്ട് തന്നെ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കേരളത്തിൽ മാത്രമാണ് 5 വർഷത്തിലൊരിക്കലുള്ള ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതെന്നും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 10 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ശമ്പള പരിഷ്കരണം നടക്കുന്നതെന്നുമാണ് മാഡം പറയുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ 5 വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പള പരിഷ്കരണം നടത്തുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ധനപ്രതിസന്ധിയുള്ള സംസ്ഥാനം കേരളമാണെന്നും അസന്ദിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഫിസ്ക്കൽ റിസ്ക് നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് കാരണം ശമ്പള പരിഷ്കരണമല്ല, മറ്റ് കാര്യങ്ങളാണ് എന്നാണ് മാഡം ആ വീഡിയോയിലൂടെ പറയുന്നത്. അമേരിക്കൻ മോഡലിൽ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രൊമോഷനും വാർഷിക ഇൻക്രിമെൻറ്റും നൽകിയാൽ മതിയെന്നും കേരളത്തിൽ PSC വഴിയും പിൻവാതിൽ വഴിയുമൊക്കെ നിയമനം നേടിയ ഉദ്യോഗസ്ഥർ സ്മാർട്ട് ഫോൺ കണ്ടും ഉറക്കം തൂങ്ങിയുമൊക്കെ സമയം കളയുകയാണെന്നും ആ വീഡിയോയിലൂടെ അഭിപ്രായപ്പെടുന്നുണ്ട്. 5 വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി തനിക്ക് ലഭിച്ചേക്കാനിടയുള്ള പെൻഷൻ വർധനവ് ഇനി തനിക്ക് ആവശ്യമില്ലെന്നും മാഡം ആ വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ ആകെത്തുക ഇതാണ്: വികസിത കേരളമെന്ന സ്വപ്ന സാഫല്യത്തിനുള്ള ഏക മാർഗം 5 വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുക എന്നത് മാത്രമാണ്. ഈ വീഡിയോ ചെയ്യുന്നയാൾ ഒരു എക്കോണമിസ്റ്റൊന്നുമല്ല. എന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ 23,000 രൂപ ബേസിക് പേയും 35% DAയും 1,200 രൂപ HRAയുമുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ ആകെ ശമ്പളം എന്ന് പറയുന്നത് 32,250 രൂപയാണ്. NBSൻ്റെ വിഹിതം, PF, SLI, GAS ഇങ്ങനെയുള്ള പിടുത്തങ്ങളൊക്കെ കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്നത് കൂടിപ്പോയാൽ ഒരു 24,000 രൂപയാണ്. അതായത് പ്രതിദിനം 800 രൂപയാണ് അയാളുടെ ശമ്പളം. 5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരിൽ ബഹുഭൂരിഭാഗവും ക്ലറിക്കൽ തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരു ക്ലർക്ക് തസ്തികയിലേക്ക് ജോലിയിൽ കയറുന്ന ഒരാളുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 26,500 രൂപയാണ്. അദ്ദേഹത്തിന് ഒരു 3-4 ഇൻക്രിമെൻ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസിക് പേ ഒരു 31,500 ആണെന്ന് വയ്ക്കുക. ഇതിനോടൊപ്പം നിയമപ്രകാരമുള്ള DAയും HRAയും ഒക്കെ ചേരുമ്പോൾ അതൊരു 44,000 രൂപയാകും. ഇതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ NPS, PF, SLI, GAS തുടങ്ങിയ ഡിഡക്ഷൻസ് ഇതെല്ലാം കഴിച്ചാൽ കയ്യിൽ കിട്ടുന്നത് പ്രതിമാസം ഒരു 33,000 രൂപയാണ്. അത് പ്രതിദിന കണക്കായി എടുക്കുമ്പോൾ 1,100 രൂപയാണ് അദ്ദേഹത്തിന് ഒരു ദിവസത്തെ ശമ്പളമായി കിട്ടുന്നത്. ഇതിനേക്കാൾ കൂലി വാങ്ങുന്ന അതിഥി തൊഴിലാളികളുള്ള നാടാണ് നമ്മുടെ കേരളം. ഇനി ചുരുക്കം ചില തസ്തികകളിൽ നീതിക്ക് നിരക്കാത്ത വിധമുള്ള ശമ്പള വർധനവുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെയും ഭൂരിഭാഗം വരുന്ന സർക്കാർ ജീവനക്കാരുടെയും ശമ്പളം ഇതൊക്കെ തന്നെയാണ്. 5 വർഷം മുമ്പ് ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ച് ഒരു ജോലി ചെയ്യിപ്പിച്ചാൽ കൊടുക്കുന്ന അതേ തുക പോരല്ലോ 5 വർഷത്തിന് ശേഷം അതേ ജോലി ചെയ്യിക്കാനായി ഒരു ജോലിക്കാരനെ വിളിച്ചാൽ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് സമ്മതിക്കില്ല. കൂടുതൽ തുക വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യും. കാരണം 5 വർഷം കൊണ്ട് പണപ്പെരുപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജീവിത ചെലവും കൂടിയിട്ടുണ്ട്. അപ്പോൾ വിലക്കയറ്റം കൂടുന്നതനുസരിച്ച് ജീവിത ചെലവും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ദിവസക്കൂലി പോരാ 5 വർഷത്തിന് ശേഷം അയാൾക്ക് കൊടുക്കേണ്ടത്. ഇത് സാമാന്യമായി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം 5 വർഷം കൊണ്ട് പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇത് ആ ഒരു ദിവസക്കൂലിക്കാരന് മാത്രമല്ല, സർക്കാർ ജീവനക്കാരനും ബാധകമാണ്. പണപ്പെരുപ്പം മൂലം വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ സർക്കാർ ജീവനക്കാരൻ്റെയും ജീവിത ചെലവ് വർദ്ധിക്കും. ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ചുള്ള വരുമാന വർധനമില്ലെങ്കിൽ ഈ പറയുന്ന കാര്യക്ഷമതയുള്ള ചെറുപ്പക്കാർ സർക്കാർ ജോലിയിൽ കയറാതെ മറ്റു ജോലികൾ അന്വേഷിച്ചു പോകും. അങ്ങനെ വരുമ്പോഴാണ് മാഡത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കർമ്മകുശലതയുള്ള ജീവനക്കാർ സർക്കാർ സർവീസിൽ ഇല്ലാതെ വരുന്നത്. ഇപ്പോൾ തന്നെ സർക്കാർ ജോലിക്ക് മുൻപുണ്ടായിരുന്ന ഒരു ആകർഷണീയതയൊന്നുമില്ല NPS ഒക്കെ വന്നതോടുകൂടി. ഇനി ശമ്പളവും കൂടി ഇല്ലാതായാൽ സർക്കാർ സർവീസ് കുറേ മടിയന്മാരുടെയും അലസന്മാരുടെയും ഒരു കൂടാരമായി മാറും. ആത്യന്തികമായി ഇത് ജനങ്ങൾക്ക് വേണ്ട സേവനം ലഭ്യമല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഒന്നിനും കൊള്ളാത്ത കുറേ ക്ലർക്കുമാർ, യോഗ്യതയില്ലാത്ത കുറേ അധ്യാപകർ, ഗുണ്ടകളും കള്ളന്മാരുമായ കുറേ പോലീസുകാർ, എക്സൈസുകാർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, എല്ലാ മേഖലയിലും ഈ ഗുണനിലവാരമില്ലായ്മ പ്രകടമാകും. ഇതൊക്കെ ഒഴിവാക്കാനാണ്
കടുകട്ടിയായ PSC പരീക്ഷകൾ നടത്തി മിടുക്കരായ ഉദ്യോഗസ്ഥരെ അവർക്ക് നല്ല ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ നൽകി ദീർഘദർശികളായ മുൻഗാമികൾ ശമ്പള പരിഷ്കരണവും DAയും ഒക്കെ നടപ്പിലാക്കിയത്. അല്ലാതെ ഈ നൽകുന്ന ശമ്പളവും പെൻഷനുമെല്ലാം ആഡംബരമായി കരുതി എല്ലാം വെട്ടിക്കുറയ്ക്കാൻ ആരെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുക പൊതുസമൂഹത്തെ തന്നെ ആയിരിക്കും. നല്ല പെൻഷനൊക്കെ വാങ്ങിയിരിക്കുന്ന ചിലർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകാം, ഇനി വരുന്ന തലമുറയ്ക്ക് ആ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങളും ലഭിക്കേണ്ട എന്ന്. പക്ഷെ അവർ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. അവർ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് നടന്ന 5 വർഷ തത്വം അനുസരിച്ചുള്ള ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വർദ്ധിക്കപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് അവർ ഇന്ന് വാങ്ങുന്ന ഉയർന്ന രീതിയിലുള്ള പെൻഷന് അവരെ പ്രാപ്തരാക്കിയത്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ധൈര്യപൂർവ്വം പറയാൻ സാധിക്കുന്നത്, എനിക്ക് ഇനി ഒരു ആനുകൂല്യവും വേണ്ട, ഇനി വരുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ധൈര്യം നൽകിയത് എന്താണ്? മുൻകാലങ്ങളിൽ അവർ സർവീസിലിരുന്നപ്പോൾ ലഭിച്ച വർദ്ധിപ്പിക്കപ്പെട്ട ആനുകൂല്യങ്ങളാണ്. അത് 5 വർഷ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് മറന്നുകൊണ്ട് നമ്മൾ ഇനി മുതൽ 5 വർഷ ശമ്പള പരിഷ്കരണം വേണ്ട, 10 വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നവരാണ് വർക്കിംഗ് ക്ലാസ്സിന് വിയോജിപ്പുള്ളത്. ഈ നല്ല രീതിയിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നതിനും പ്രശ്നമില്ല. എന്നാൽ ഒരു സർക്കാർ ജീവനക്കാരന് ഒരു ഓട്ടോറിക്ഷ ഓടിച്ചു പോലും 100 രൂപ അധിക വരുമാനമുണ്ടാക്കാൻ നിയമമില്ല. ആ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്ന ശമ്പളമെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ ജീവനക്കാരൻ്റെയും അവകാശവും ഉത്തരവാദിത്വവുമാണ്. നേരത്തെ മാഡം സൂചിപ്പിച്ച ഈ ധനപ്രതിസന്ധിക്ക് കാരണം ശമ്പള പരിഷ്കരണമാണെന്നുള്ള അഭിപ്രായം അതും വർക്കിംഗ് ക്ലാസ്സിനില്ല. കാരണം ധനപ്രതിസന്ധിയുടെ കാര്യത്തിൽ കേരളത്തിന് മുന്നിൽ നിൽക്കുന്ന പഞ്ചാബിലും കേരളത്തോടൊപ്പം നിൽക്കുന്ന വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമൊക്കെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. മാഡം പറഞ്ഞതുപോലെ 5 വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണം മാത്രമാണ് ധനപ്രതിസന്ധിക്ക് കാരണമെങ്കിൽ കേരളത്തിനും ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കുമൊക്കെ താഴെയാവേണ്ടിയിരുന്നില്ലേ ഈ സംസ്ഥാനങ്ങളുടെ സ്ഥാനം? ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യമാണെങ്കിൽ കേരളത്തേക്കാൾ കൂടുതൽ ഫിസ്ക്കൽ ഡെഫിസിറ്റുള്ള 6 സംസ്ഥാനങ്ങളുണ്ട്. അരുണാചൽ പ്രദേശ് തൊട്ട് ഇങ്ങോട്ടുള്ള 6 സംസ്ഥാനങ്ങൾ കേരളത്തിന് മുന്നിലുണ്ട്. അവിടെയെല്ലാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് 10 വർഷത്തിലൊരിക്കലാണ്. എന്നിട്ടും അവർക്ക് എന്തുകൊണ്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് വരുന്നു? അപ്പോൾ പ്രധാനമായും 5 വർഷത്തിലൊരിക്കലുള്ള ശമ്പള പരിഷ്കരണമല്ല ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെയും ഫിസ്ക്കൽ റിസ്കിൻ്റെയും ഒക്കെ യഥാർത്ഥ കാരണം. മാഡം പറഞ്ഞ അഭിപ്രായത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ഞാൻ ഈ ഡേറ്റ ഒന്ന് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശമ്പള പരിഷ്കരണമായിരുന്നു ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിന് കാരണമെങ്കിൽ കേരളവും ആന്ധ്രയും തെലുങ്കാനയും ഒക്കെ ധനപ്രതിസന്ധിയുടെ 1, 2, 3 സ്ഥാനങ്ങളിൽ വരണമായിരുന്നു. എന്നാൽ അവരൊന്നും വന്നിട്ടില്ല. നമ്മുടെ കേരളം 7ാം സ്ഥാനവും ആന്ധ്രയും തെലുങ്കാനയും അതിനും താഴെയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരിക്കലും ഈ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ശമ്പള പരിഷ്കരണം മാത്രമാണ് നമ്മുടെ ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് പറയാനാകില്ല. ഒരു സ്റ്റേറ്റിൻ്റെ വരുമാനത്തേക്കാൾ കൂടുതലുള്ള ചെലവ്, GST നഷ്ടപരിഹാരം, അതുപോലെ കേന്ദ്ര സംസ്ഥാന ധനവിഹിതത്തിൻ്റെ വ്യവസ്ഥകൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. ഈ ഒട്ടനവധി കാരണങ്ങൾ കൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് ധനപ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇത് മാഡത്തിനെ പോലെ വളരെ സീനിയറായ ഒരു എക്കണോമിസ്റ്റിന് അറിയാത്ത സംഗതിയല്ല. എന്നിട്ടും ഇങ്ങനെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ദ്രോഹിക്കുന്ന പ്രസ്താവന എന്തുകൊണ്ട് ഇറക്കുന്നു എന്നുള്ളതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ജീവനക്കാർ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സമരം ചെയ്തും ശമ്പളം നഷ്ടപ്പെടുത്തിയും ഒക്കെയുള്ള വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ അത് നഷ്ടപ്പെടുത്തി വേണോ സ്വന്തം നില ഭദ്രമാക്കാനെന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത്, ഉള്ള കഞ്ഞിയിൽ പാറ്റിയിടരുത്. ഈ വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ അഭിപ്രായങ്ങളുണ്ടാകും. അതെന്തായാലും നല്ല ഭാഷയിൽ ഈ വീഡിയോയ്ക്ക് ചുവടെ കമൻ്റായി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എത്തേണ്ടിടത്ത് എത്തും വരെ ഇതൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വർക്കിംഗ് ക്ലാസ്സിനെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.